ഓശാന ഞായറാഴ്ച ആയപ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു കോഴിക്കട്ട കഴിക്കണമെന്ന്. കോഴിക്കോട്ട തന്നെയല്ലോ പറയാം, അങ്ങനെ എന്തൊരു സാധനം. അപ്പൊ ഈ കഴിക്കാൻ ഭയങ്കര ത്വരയായിരുന്നു. അറിയാൻ പാടാത്ത പണിയാണ്. കർത്താവേ കർത്താവേ, ഓശാന ഞായറാഴ്ച ഞങ്ങളുടെ കോഴിക്കട്ട കറക്റ്റാണേ. കൊള്ളാന്ന് പറയണം, മനസ്സിലായില്ലേ? നമ്മളേ ഇങ്ങനെ വേറെ നാട്ടിലൊക്കെ വെക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഓരോരോ ഫങ്ഷൻസ് ഒക്കെ വരത്തില്ല, ഓരോ ഒക്കേഷൻസ് ഒക്കെ വരത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ, ഓശാന, ഈസ്റ്റർ. അപ്പൊ നമ്മൾ കൊല്ലങ്ങളായിട്ട് കഴിച്ചു വന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാവും. കഴിക്കാൻ പറ്റില്ല, മൃഗപ്പുറത്ത് കിട്ടുന്നത് ശരിക്കും വീട്ടിലുണ്ടാക്കും. അപ്പം എന്ത് ചെയ്യും നമ്മൾ, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുക. എളുപ്പം വേറെ വീട്ടിൽ പോയിട്ട് അതിൻ്റെ അടുത്ത് താമസിക്കും, അല്ലെങ്കിൽ കടകൾ കുടിച്ചിട്ട് ഓർഡർ ചെയ്യുക. പക്ഷെ ഓർഡർ ചെയ്തൊരു ഫീൽ കിട്ടുന്നില്ല. പൈസ ഉള്ളൂ. പൈസയുടെ അല്ല, അത് ഫീൽ മാറ്റേഴ്സ്. എന്തെങ്കിലും ഭർത്താവ് സാധനം എന്തോന്ന് ഇത് ആരെ കണ്ടുപിടിച്ചത്? പുഴയുടെ കൂടെ ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ കണ്ടുപിടിച്ചോ? പരത്തി വേവിച്ചിട്ടേ എനിക്ക് തന്നെ വേണ്ടി വരും. ശരി, എന്തത് മോദകം എല്ലാം കഴിഞ്ഞപ്പോ നമ്മളിപ്പം ഈ ബാക്കിയുള്ള ഈ സാധനങ്ങളുണ്ടല്ലോ, ഡിസ്റ്റിങ്സ്, അതെന്ത് ചെയ്യുന്നതല്ലേ ഞങ്ങൾ എളുപ്പ വഴി പറയാം. ഇങ്ങനെ ഈ കോഴിക്കോട്ട് ഉണ്ടാക്കുന്ന ഈ സാധനം ബാക്കി വരികയാണെങ്കിൽ നമ്മൾ അതിങ്ങനെ എടുക്കണം, കയ്യിൽ ഇങ്ങനെ എടുക്കുക. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. നമുക്കതിന് നേരത്തെ വെച്ചിട്ട് വെക്കാം. ഞങ്ങളെ പോയിട്ടാ ഇത് കഴിച്ചു നോക്കണം. എന്റെ മോദകം കൊള്ളാം രസമുണ്ട്.